എന്താമേ ഇവളെയും കൂട്ടിക്കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം? എന്ത് സംശയം? പാലാ സബ് രജിസ്ട്രാർ കച്ചേരി വെച്ച് എന്റെ കല്യാണം നടന്നു. നമ്മുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നാ അങ്ങനെ എന്തെങ്കിലും നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ ചൂലോണ്ട് അനുഗ്രഹിക്കാം. ഈ വീട്ടിലേക്ക് കയറ്റാൻ പറ്റത്തില്ല. ആണോ? അപ്പൊ ഞാൻ വേറെ വീട് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുകൊണ്ട് വരുമല്ലോ. മനു, എന്റെ അടുത്ത് വിളച്ചിലെടുക്കല്ലേ. എന്നാ അമ്മ ഇങ്ങോട്ട് മാറി. മുത്തശ്ശി നീയായിരുന്നു കേറുപാടി. നീ എങ്ങനെ വന്നേ? കാരണാണ് ഒരു കാറിന്റെ ഒച്ച കേട്ടായിരുന്നു. ഞാൻ മനുവേട്ടന്റെ കൂടെയാ വന്ന് എറണാകുളത്ത് രേവതിക്കുട്ടിയുടെ അടുത്ത് പോയിച്ചു വരാ. മനു അങ്ങോട്ട് വന്നു. മനുവേട്ടനാ എന്നെ കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നതും. ഇത് മുത്തശ്ശിക്കാ. നീ ഇങ്ങോട്ട് ഇരിക്കും. മുത്തശ്ശിക്ക് സുഖാണോ? എന്റെ സുഖമെല്ലാം കടപ്പാട്ടോടൊന്ന് പോന്നപ്പോഴേ തീർന്നില്ല. കമലയുടെ സ്വഭാവം നിനക്കറിയാലോ. അങ്ങോട്ട് തിരിച്ചോ. മുത്തശ്ശിയുടെ റൂമും കട്ടിലും എല്ലാം അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അവിടെ ഇപ്പൊ നീയല്ലേ കിടക്കുന്നേ? മുത്തശ്ശിയുടെ ബെഡ് വിരിച്ചിട്ടേക്കുവാ. അതിലൊന്നും ആരും കിടക്കാറില്ല. നീ ഇപ്പോഴും നിലത്താണ് കിടക്കുന്നേ? പിന്നല്ലാതെ. വല്ല കാര്യമുണ്ട്. നിനക്ക് ആ കടലേക്ക് കിടന്നൂടെ? മുത്തശ്ശി തിരിച്ചു വരുമെന്നാ എന്റെ പ്രതീക്ഷ. വൈചയില്ലാതെ ഞാൻ എങ്ങനെ അടി വരും? അവളാണെങ്കിൽ പിരിയാൻ പോകുന്നൊക്കെ പറയുന്നേ കേട്ടു. പാലയും തന്നെ അതൊക്കെ വലിയ കുഴപ്പമാവും മുത്തശ്ശി. നിങ്ങൾ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല വൈജയന്തി മാഡം. ആങ്ങളമാരെല്ലാം ഉപദേശിച്ചു, എന്നിട്ടും ഒരു ഫലം ഉണ്ടായില്ല. പാലയും തന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവ ശീലിപ്പിച്ചതാ. ആദ്യത്തെ അനുസരണക്കേട് കാണിച്ചപ്പോ തന്നെ കർണക്കുറ്റി നോക്കിയായിരുന്നു പൊട്ടിക്കണമായിരുന്നു. അടങ്ങാനുള്ളതാണെങ്കിൽ അടങ്ങും, അതല്ല ഇടയാനുള്ളതാണെങ്കിൽ ഇടഞ്ഞു പിരി. ഇനി അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഹലോ മൈ ഡിയർ സൗദാമിനി. ഇങ്ങനെ കേറുപാടാ. ഇവള് പറഞ്ഞു കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നത് നീയാണ്. മുത്തശ്ശി കാണുന്ന പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നന്നായി. എടാ മോനെ, നീ ആ ബാലേന്ദ്രനോട് കാര്യമായിട്ടൊന്ന് സംസാരിച്ചു നോക്കാൻ മേലായിരുന്നു. പയ്യമായിട്ട് പിരിയാതിരിക്കാൻ എന്തേലും വഴിയുണ്ടോന്ന്. എന്റെ മുത്തശ്ശി പിരിയാൻ നിൽക്കുന്ന അങ്കിളാണ്. ആന്റി അല്ലേ? കണ്ണിന്റെ കാഴ്ചക്കുറവിന് കാലിന്റെ പെരുവിരൽ ഓപ്പറേഷൻ ചെയ്താൽ മതിയോ? അലീന അവന്റെ മകളാണെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ അവള് പിരിയാൻ തീരുമാനിച്ചു. ഇനി മകൾ അല്ലാതാക്കണം. ഇപ്പൊ എന്തെങ്കിലും മന്ത്രം ജപിച്ച് ഓം ക്രീം ഐസ്ക്രീം സ്വാഹ എന്ന് പറഞ്ഞ ഇവിടെ തലേ കുറച്ച് വെള്ളം തളിച്ച മകൾ അല്ലാതാകും. അവളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി എന്തേലും ഒരു വഴി. മുത്തശ്ശി വൈജാന്റിക്ക് ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അലീനെ കടപ്പാട്ടൂരിന്ന് പറഞ്ഞേക്കും. ഇവിടെ അവിടുത്തെ വേലക്കാരി ആയിരുന്നപ്പോഴും അത് തന്നെ വൈജാന്റി പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോഴും അത് തന്നെ പറയുന്നത്. നിനക്ക് വൈജിയോടൊന്ന് സംസാരിക്കാൻ മേലെ? കുടം കമഴ്ത്തി വെച്ച് വെള്ളം കോരി ഒഴിച്ച് നിറയ്ക്കാൻ പറ. വൈകുന്നേരം പറയാൻ വെള്ളം. വൈജാന്റി തിരുത്താൻ മാത്രം പറയല്ലേ. അപ്പോ അവര് തമ്മിൽ പിരിയുമല്ലേ? പിരിഞ്ഞു കഴിഞ്ഞു മാനസികമായിട്ട്. ഇനി കോടതി അംഗീകരിച്ചാൽ മതി. എന്നാ പറയാനാ, നല്ലൊരു ജീവിതം കുട്ടിച്ചോറാക്കി കളയുവാണ്. ഇതുപോലെ വരട്ടെ, അല്ലാതെ ഞാൻ അപ്പുറത്ത് കയറി വന്നു ഞാനങ്ങ് അന്തം വിട്ടുപോയി. മനു കൂടെ ഉള്ളത് കാണാം. ഇറങ്ങി പൊടിന്ന് പറയാൻ പറ്റൂ. അതുമില്ല. ഞാൻ വിളിക്കാമേ. അമ്മ ചായം കാപ്പി ഇല്ല. ആർക്കാ ചായം കാപ്പി? വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ എങ്ങനെയാണോ? ആരാ ഗസ്റ്റ്? അലീന. അവള് ഗസ്റ്റ് അല്ല, ഗോസ്റ്റാ. അമ്മേ ഒരു മര്യാദ വേണ്ടേ? അമ്മ കടപ്പാട്ടൂര് ചെല്ലുമ്പോ അലീന ഇങ്ങനെയാണോ അമ്മയുടെ? കുടിക്കാനും കഴിക്കാനൊക്കെ എടുത്തു തരത്തില്ലേ? അത് വലിയ ഔദാര്യമൊന്നുമല്ല, അവളുടെ കടമയെ. ഇവിടെ ഞാൻ ഒരാളെ വിളിച്ചോണ്ട് വന്ന എന്നെ ഗസ്റ്റായിട്ട് വേണം കരുതാൻ. നീ വേറെ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് വന്നു ഗസ്റ്റ് ആയിട്ട് കാണാം. ആ നിൽക്കുന്നവളെ അങ്ങനെ കാണാൻ എനിക്ക് മനസ്സില്ല. ചായം കാപ്പിയും കിട്ടാൻ വേണ്ടിട്ടൊന്നല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് കാണാൻ വേണ്ടി. ഇതെന്നെ ആർത്തിക്കണം കേട്ടോ. ഇനിയും ഓ, നീ എവിടെ പോവാ മനു? കടപ്പാട്ടൂര് അവളെ എന്നാത്തിന് പോവാ? ഇവിടെ കൊണ്ടുവിട്ടിട്ട് വരാം. ബസ് കൂലിക്കുള്ള പൈസ കൊടുത്ത് വിടും മനു. അവളെ ഏതെങ്കിലും ബസ് കയറി പൊക്കോളും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചു കൊടുക്ക്. ഞാനല്ലേ എറണാകുളത്തുനിന്ന് ഇവിടം വരെ കൊണ്ടുവന്നേ. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നിനക്ക് വേറെ പണി ഒന്നുമില്ലേ മനു? എഴുന്നള്ളിച്ചോണ്ട് നടക്കുന്നു. എന്നെ കുഴപ്പം? നിനക്കറിയത്തില്ലേ? ഇല്ല. ആദ്യം അവനവന്റെ വില അറിയണം, എന്നാൽ മറ്റുള്ളവരെ വിലയിരുത്താൻ പഠിക്കത്തുള്ളൂ. ഈ വീട്ടിൽ വേലയ്ക്ക് നിന്നവളാണോ ഇപ്പൊ നീ കാറി കയറ്റിക്കൊണ്ട് നടക്കുന്ന അലീന? അന്ന് ഞാൻ ഇവളെ എന്റെ കാറിലാണ് കൊണ്ടുവന്നേ. ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നത്. അന്ന് ഇവള് വേലക്കാരിയായിരുന്നെങ്കിലേ ഇന്ന് ഇവള് ബാലേന്ദ്ര മേനോന്റെ മകളാ. രണ്ടു പടിങ്ങനെ ഉയർന്നു. സ്വന്തമായിട്ട് അഡ്രസ്സും. അതാണോ കുഴപ്പം? ബാലചന്ദ്രന്റെ മകള് എങ്ങനെ ഉണ്ടായതാ? എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ഉണ്ടാകുന്ന പോലെ ഉണ്ടായി. എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ഓർഫനേജിലാണോ വളരുന്നത്? എവിടെ വളർന്നാ എന്നാ? സ്വഭാവം പെരുമാറ്റം അല്ലേ നന്നായിരിക്കട്ടെ, നല്ല വ്യക്തിയായിരിക്കട്ടെ. അങ്ങനെ നോക്കുമ്പോ രാമപുരത്ത് വലിയ വീട്ടിൽ കൃഷ്ണമേനോൻ മകൾ കമലേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ അലീന. വേറെന്തെങ്കിലും പറയാനുണ്ടോ? എന്നാലേ നീ തലയെ വെച്ചോണ്ട് നടന്നു. കാറിലെ കൊണ്ടുവന്നു. തലയിലല്ല, നീ വണ്ടിയിലോട്ട് കയറി. മനുവേട്ടാ, അച്ഛനെ വിളിക്കണ്ടേ? നമ്മള് വീട്ടിലില്ലേ? നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നേ? വീട്ടിലില്ലെങ്കിലോ? ചിലപ്പോ ഷോപ്പിലായിരിക്കും. ഹോസ്പിറ്റലിൽ പോകാനും സാധ്യതയുണ്ട്. കുട്ടികൾ 3 പേരും ക്ലാസ്സിൽ പോയി കാണും രാവിലെ. അപ്പാച്ചൻ വീട് പൂട്ടിയിട്ടല്ലേ പോയി കാണത്തുള്ളൂ. അത് ശരി. പിന്നെ താക്കോല് വാങ്ങണം. അല്ലാതെങ്ങനെ വീട് തുറക്കും? അതിബുദ്ധിയുള്ള ചില വീട്ടമ്മമാര് ചെയ്യുന്ന പോലെ താക്കോല് സിറ്റൗട്ടിലെ ചവിട്ടിയുടെ അടിയിൽ അത് രഹസ്യമായിട്ട് വയ്ക്കുന്ന ഒരു പരിപാടി ഇല്ലേ കടപ്പാട്ടൂർ? കള്ളന്മാരെ പറ്റിക്കാൻ വേണ്ടി. അത് ഏത് കണ്ണനാ അറിയാൻ മേലാത്തത്? ചവിട്ടി, പൂച്ചട്ടി, ഷൂസ്, തൂണിന്റെ പടി, ഇത് എല്ലാ കള്ളന്മാരും പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ റിങ് പോകുന്നുണ്ടല്ലോ. ഹലോ. ഹലോ അച്ഛാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. നീ എവിടെ പുറപ്പെട്ടോ അതോ ഇന്നും വരുന്നില്ലേ? ഞാൻ പാലായിൽ എത്തി അച്ഛാ. എത്തിയോ? എങ്ങനെ പോന്നു? ബസ്സിലോ? രാവിലെ മനുവേട്ട വന്ന് പിക്ക് ചെയ്തു. ഞങ്ങള് കൊല്ലപ്പള്ളിക്കും പോയി മുത്തശ്ശിയെ കാണാൻ. ഇപ്പൊ എവിടെ ഉണ്ട്? ഞങ്ങള് കടപ്പാട്ടൂരിലോട്ട് വന്നോണ്ടിരിക്കുക. അച്ഛൻ എവിടെയാ? ഞാനത് നമ്മുടെ ജോലിയുടെ മുമ്പിലെത്തി. കട തുറക്കണേ മോളെ. ഇതുവരെ തുറന്നില്ലേ? പാലായിൽ ഏത് സ്വർണ്ണക്കടയാടി രാവിലെ 10 മണിക്കും? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെയാണോ സ്വർണ്ണം എടുക്കുക? അത് ശരി. എന്നാ ഞങ്ങള് ഷോപ്പിലോട്ട് വരട്ടെ. താക്കോല് അച്ഛന്റെ കയ്യിലല്ലേ? ബബിത വീട്ടിലുണ്ട്. നേരെ അങ്ങോട്ട് വിട്ടോ. താക്കോല് വാങ്ങാനായിട്ട് വരണ്ട. ബബിത എന്താ ക്ലാസ്സിൽ പോവാത്തത്? വൈജ വിളിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലാൻ. ഞങ്ങള് ചെല്ലുമ്പോഴേക്കും വീട് പൂട്ടി പോകുമോ ബബിത? അവള് 11 മണി കഴിഞ്ഞിട്ട് പോകും. നീ വല്ലതും കഴിച്ചു മോളെ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിന്ന് മനുവേട്ടൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി തന്നായിരുന്നു. നന്നായി. വീട്ടിലൊന്നും ഇരിപ്പില്ല. ഞങ്ങള് ബ്രെഡും ഉൾസയും ചായയും കൊണ്ട് രാവിലെ തൃപ്തിപ്പെട്ടു. ഞാൻ പോയതോടെ കടപ്പാട്ടൊരു പട്ടിണിയായോ അച്ഛാ? പിന്നെ ദാരിദ്ര്യം കുടികൊത്തി വാഴുക. അച്ഛൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരത്തില്ലേ? ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസാ. തിങ്കളാഴ്ചയല്ലേ? വൈകുന്നേരം വരാം. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. മനു ഡ്രൈവ് ചെയ്യണോ അതോ
കാർ നിർത്തിട്ടേക്കാം. അങ്കിളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടാ മനു, നീ അവളെ എപ്പോഴേ കയറ്റിരിക്കുകയാണോ? എടാ ഒരു വർഷമെങ്കിലും അവിടെ കടപ്പാട് നിൽക്കട്ടാ. ഒരു വർഷത്തിൽ കൂടി പോയില്ല അങ്ങളെ. ഒരു 6 മാസം പോരെ. എനിക്ക് വയസ്സ് 27 ഇവൾക്ക് എത്ര? ഞാൻ പറയത്തില്ല. ഇവൾക്കൊരു 23. ഷോ അവളുടെ അഭിപ്രായം എന്താണ്? നീ ചോദിച്ചോ? ഒരു പിടിയും തരുന്നില്ല അങ്ങളെ. ഈ ബ്രാനിലിന്റെ പേരുള്ള ഒരു മീനുണ്ട്, മീനച്ചാറ്റ്. വലിയ പാടാ അതിനെ പിടിക്കാൻ. കരയ്ക്ക് എടുത്ത് 2 കൈ കൊണ്ട് മുറുകെ പിടിച്ചാലും വഴുതി ചാടി വെള്ളത്തിലോട്ട് പോകും. ആ മീൻ എനിക്കറിയാം. ചൂണ്ടയിട്ടാലും കിട്ടത്തില്ല, വല വീശിയാലും കിട്ടത്തില്ല. കൂടെ വയ്ക്കണം. നല്ല പനയിറുക്കിൽ കൊണ്ട് മെനഞ്ഞ മീൻ കൂടാ. ഇനി അങ്ങനെ എന്തെങ്കിലും നോക്കാങ്ങളെ. ശരിടാ, കട ഓർക്കട്ടെ. ഇന്ന് ഗോവർദ്ധന ഇല്ല. ശരി അങ്ങളെ. ബൈ. കൊള്ളാം കേട്ടോ മനുവേട്ടാ. ഇങ്ങനെയാണോ ഒരു അമ്മാവനും മരുമോനും തമ്മിൽ സംസാരിക്കുന്നത്? എന്ത് പറ്റി? ഞങ്ങള് പണ്ടേ ഇങ്ങനെയല്ല. അതല്ലേ ഞാനും അങ്ങള് തമ്മിൽ ഇത്ര അടുപ്പം. എന്നാലും ഇങ്ങനെയാണോ? നീ ഇന്നലല്ലേ അങ്കിളിനെ കാണും. അങ്കിള് വൈജാന്റെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 5 വയസ്സ്. അന്ന് ഞാൻ ചാടി കയറിയത് അങ്കിളിന്റെ മടിയിൽ. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഒരു അങ്കിളും നെഫ്യൂ. മനുവേട്ടാ, എവിടെയെങ്കിലും ഫ്രൂട്ട് സ്റ്റാള് കണ്ടാൽ നിർത്തണേ. ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങണം. നിർത്തിയേക്കാം. ഇറങ്ങുന്നില്ലേ മനുവേട്ടാ? ഞാനങ്ങ് പോയേക്കാം. എനിക്ക് വർക്കുണ്ട്. ഓഫീസിൽ പോകണ്ടെന്നേ ഉള്ളൂ. വർക്ക് ഫ്രം ഹോം. അപ്പോ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി മാത്രം വന്നതാണോ മനുവേട്ടൻ? അല്ലാതെ എനിക്കിവിടെ വരേണ്ട കാര്യം എന്താ? എറണാകുളത്ത് നിന്ന് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യമില്ല. എനിക്ക് വേണ്ടി മാത്രം? അങ്ങനെയല്ല, നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ. നിന്നെ കാണാൻ, നിന്നോട് ഇരിക്കാൻ, നിന്നോട് സംസാരിക്കാൻ, നിന്നോട് യാത്ര ചെയ്യാൻ, അതിനുവേണ്ടി മാത്രം. ഈ ഗേറ്റ് ഇടുന്ന റോഡിലേക്ക് ഇറങ്ങുമ്പോ മുതല് എനിക്ക് എന്നെ മിസ് ചെയ്തോളും. ഇനി നമ്മൾ ഫോണിലെങ്കിലും സംസാരിക്കുന്നവരെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതാ. ഞാൻ ഇറങ്ങട്ടെ. തുറക്കല്ലേ? ഒരു കള്ളൻ ഈ വീട്ടിലുണ്ട്, ഉറപ്പാ. എനിക്ക് മണം കിട്ടി. എന്റെ വീട്ടിൽ അങ്ങനെ പലരും വരും. ചിലപ്പോ ഒളിച്ചിരിക്കും, ചിലപ്പോ ഓടി നടക്കും. നിനക്കെന്താ കാര്യം ചോദിക്കാൻ? എന്റെയും കൂടെ വീടാ ഇത്. എന്റെ അച്ഛന്റെ വീടാ.